السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. ആദരണീയനായ ഈ എടക്കര മണ്ഡലം സമ്മേളനത്തിൻ്റെ യോഗാധ്യക്ഷരെ, ബഹുമാന്യനായ ഉദ്ഘാടകൻ അബ്ദുൾ റഷീദ് മാഷ് അവർകളെ, എനിക്ക് ശേഷം സംസാരിക്കാനുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ഷിഹാബ് എടക്കര സാഹിബ് അവർകളെ, ഈ ധന്യമായ സായം സന്ധിയിൽ എടക്കര എന്ന് പറയുന്ന ഈ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്തുള്ള ഈ വിശാലമായ സംഗമ ഭൂമിയിൽ ഈ മണ്ഡലം സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന വിഷയം കേൾക്കുന്നതിന് വേണ്ടി സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ പ്രദേശവാസികളെ, ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, സുഹൃത്തുക്കളെ, രണ്ട് വിഷയങ്ങളാണ് ഇവിടെ മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ മുമ്പായും നമസ്കാരാനന്തരമുള്ള രാത്രിയിലെ വിഷയമായും. ഒന്ന്, മരണം മറന്ന മനുഷ്യർ. രണ്ട്, മറക്കാതിരിക്കുക മുന്നറിയിപ്പുകളെ. രണ്ട് വിഷയം. മരണം മറന്ന മനുഷ്യർ എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അതീവ ജാഗ്രത കൊടുക്കേണ്ട ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. നമ്മളെല്ലാം നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മളറിയാതെ, നമ്മുടെ സമ്മതമില്ലാതെ, നമ്മൾ വിചാരിക്കാത്ത കുടുംബത്തിൽ, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത മാതാപിതാക്കളുടെ മക്കളായിട്ട് ഈ മണ്ണിൽ നമ്മൾ ജനിച്ചു. മലയാളക്കരയിലെ
എടക്കര എന്ന് പറയുന്ന സ്വദേശത്ത് ജനിക്കാൻ ആഗ്രഹം പറയുകയും അപേക്ഷ കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങളാരും ഇവിടെ ജനിച്ചിട്ടുള്ളത്. കേരളം എന്ന് പറയുന്ന ഒരു മലയാള മണ്ണ്, ആ മണ്ണിൽ ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു സ്വദേശം, അവിടെ അബൂബക്കർ സാഹിബിന്റെ മകനായി ജനിക്കണമെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞിട്ടല്ല. നമ്മൾ ആരും ഇവിടെ ജനിച്ചതും വളർന്നതും ഒന്നും നമ്മളുടെ ആഗ്രഹം കൊണ്ടല്ല. നമുക്ക് അല്ലാഹു ഒരു ജീവിതം നൽകി. ഇനി നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മൾ അറിയാതെ, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്ത് വെച്ച് അല്ലാഹു നമ്മളെ പിടിച്ചു കൊണ്ടുപോയേക്കാം. അത് മനുഷ്യന്റെ നിസ്സഹായതയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. അകാല മരണം, അകാല വാർദ്ധക്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും എല്ലാം അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിന്റെ നാഥന്റെ ഒരു തീരുമാനമനുസരിച്ചാണ്. ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഈശ്വരനിൽ വിശ്വസിച്ചിട്ടില്ലാത്ത ആളുകളായാലും ആർക്കും മരണത്തിൽ നിന്ന് കുതറിയോടി രക്ഷപ്പെടാൻ സാധ്യമല്ല. കുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. മനോഹരമായ ഒരു ഖുർആന്റെ വചനമാണ്. ഏതൊരു മരണത്തെ ഭയപ്പെട്ടുകൊണ്ടാണോ ഓടുന്നത്, ആ മരണം നമ്മളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ദൃശ്യാദൃശ്യങ്ങൾ അറിയുന്ന അളവറ്റ ദയാപരനായ പരമകാരുണികനായ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ നാം ചെന്ന് നിൽക്കേണ്ടി വരികയും ചെയ്യും. നമ്മളില്ലാത്ത ഒരു കാലത്ത് നിന്ന് ഈ ഭൂമിയുടെ വ്യത്യസ്ത ഖണ്ഡങ്ങളിൽ പച്ചക്കറികളും ഫ്രൂട്ടുകളും അതുപോലെ ധാന്യങ്ങളും ഒക്കെയായി കുറെ സസ്യലതാദികൾ, ഉൽപ്പന്നങ്ങൾ, മനുഷ്യർക്ക് ആവശ്യമായ ഭക്ഷണ രീതികൾ, അതെല്ലാം കഴിച്ചിട്ടാണ് ശരീരത്തിൽ ഇന്ദ്രിയം രൂപപ്പെടുന്നത്. ലക്ഷണമൊത്ത കോടിക്കണക്കായ ബീജങ്ങളിൽ നിന്ന് ലക്ഷണമൊത്ത ഒന്ന് അണ്ഡവുമായി കൂടിച്ചേർന്നിട്ടാണ് നാം ഒരു ഗർഭപാത്രത്തിൽ വളരുന്നത്. ആ ഗർഭപാത്രത്തിൽ വളർന്ന് ഒരു നിശ്ചിത സമയമായാൽ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് യാത്ര തിരിക്കുകയാണ്. നമ്മൾ ആരും വിചാരിച്ചിട്ടല്ല അതൊന്നും നടക്കുന്നത്. അതെല്ലാം അളവറ്റ ദയാപരനായ അള്ളാഹുവിന്റെ ഒരു നിയന്ത്രണത്തിന് കീഴിലാണ്. ഒരു ജീവവർഗവും അവ സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയുടെ അപ്പുറത്തേക്ക് അതിനെ ഉല്ലംഘിച്ചുകൊണ്ട് കടന്നു പോകുന്നില്ല. എന്നും അതിനൊരേ ജീവിത രീതിയാണ്. സർഗാസോ തടാകത്തിൽ മുട്ടയിടുന്ന ഹീൽ മത്സ്യങ്ങൾ അവിടെ മുട്ടയിട്ട ഉടനെ തലയും വാലും തല്ലി അത് ചത്തുപോകുന്നു. അങ്ങനെയാണ് അതിന്റെ രീതി. വലിയ കോളനികളായി കടന്നു വരുന്ന മൊണാർക്ക് ചിത്രശലഭങ്ങൾ, ദേശാന്തര ഗമന സ്വഭാവമുള്ള ചിത്രശലഭങ്ങൾ, അതെന്നും ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത്. ആയിരത്താണ്ടുകൾക്കപ്പുറത്ത് കൂട് നിർമ്മിച്ച കാക്കയും തത്തയും ഒക്കെ ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഇവിടെയൊക്കെ ഓലമേഞ്ഞ ഷെഡുകളായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ അത് ഓടും ഷീറ്റുമായി പിന്നീട് ഈ നിലക്കുള്ള വർക്കുകളിലേക്ക് അത് മാറി. മനുഷ്യന് മാത്രമാണ് അതിന് സാധിക്കുക. മനുഷ്യനെന്ന് പറയുന്ന ഈ ഉത്കൃഷ്ട സൃഷ്ടി, ആ സൃഷ്ടി നമുക്കറിയാം. നമ്മളെല്ലാവരും വസ്ത്രം ധരിച്ചിരിക്കുന്നു. നമ്മളല്ലാത്ത ഒരു ജീവവർഗവും വസ്ത്രം ധരിക്കുന്നില്ലല്ലോ. നമ്മളല്ലാത്ത ഒരു ജനപദവും ഒരു സൃഷ്ടിജാലങ്ങളും ഡ്രസ്സ് ധരിക്കുകയോ ടെക്സ്റ്റൈൽസ് നടത്തുകയോ ടൈലർ ഷോപ്പ് നടത്തുകയോ റെഡിമെയ്ഡ് ഷോപ്പ് നടത്തുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. വസ്ത്രമില്ലെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. വസ്ത്രം ധരിക്കാതെ ആണാവട്ടെ പെണ്ണാവട്ടെ ഈ അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന രംഗം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. വസ്ത്രമുരിഞ്ഞ് വിവസ്ത്രനായി ഈ ടൗണിലൂടെ ഒരാൾ നടന്നാൽ അയാൾക്ക് മാനസിക രോഗമാണ്,
എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാ പോത്തിനും കാളക്കും പശുവിനും മാനസിക രോഗമുണ്ടോ? അത് ഡ്രസ്സ് ധരിക്കുന്നില്ലല്ലോ. പക്ഷെ മനുഷ്യൻ ധരിച്ചില്ലെങ്കിൽ അവൻ മാനസിക രോഗിയാണ്. മൃഗം ധരിച്ചിട്ടില്ല, അങ്ങനെ ഒരു അവസ്ഥ അതിനില്ല. ഒരു പശു ഇതുവഴി നടന്നുപോയാൽ നമ്മൾ ആരും ആ പശുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഡ്രസ്സ് ധരിച്ചിട്ടില്ലല്ലോ എന്ന വിലാപം നമ്മൾ ആരും പറയാറില്ല. അപ്പൊ മനുഷ്യനൊരു സൃഷ്ടി, സ്വതന്ത്രമായ ബുദ്ധിയുള്ള ഒരു സൃഷ്ടി. മനുഷ്യന് സവിശേഷമായ ഒരു ജീവിത ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിന്റെ കാതലായ വശം. മരിക്കില്ല എന്ന് ലോകത്തൊരാൾക്കും പറയാൻ കഴിയില്ലല്ലോ. മരിച്ചൊരാളെ ജീവിപ്പിക്കാനും നമുക്ക് സാധ്യമല്ല. ശ്രീബുദ്ധൻ ജീവിച്ച കാലം ഒരമ്മ മകൻ മരിച്ചു, ആ മകനെയുമായി വന്നു. ജീവനില്ലാത്ത മരിച്ചുപോയ ആത്മാവ് അപ്രത്യക്ഷമായ മകനെയുമായി അമ്മ വന്നു. എന്നിട്ട് അവര് പറഞ്ഞു, ബുദ്ധ ഭഗവാനെ, അവരുടെ ഭാഷയിൽ, എന്റെ മകൻ മരിച്ചുപോയി, എനിക്ക് അവനില്ലെങ്കിൽ ജീവിക്കാൻ വയ്യ, അവനെ അങ്ങൊന്ന് എനിക്ക് ജീവൻ ഇടിയിച്ചു തരണം. ബുദ്ധ ഭഗവാനെ, എന്റെ മോൻ മരിച്ചുപോയി, അവൻ അങ്ങൊന്ന് ജീവൻ ഇടിയിച്ച് തരണം എന്ന് പറയും. ബുദ്ധ ഭഗവാൻ പറഞ്ഞു, ശരി, അമ്മ എന്ന നിലയിൽ നിങ്ങൾ അതിന് എനിക്കൊരു കാര്യം ചെയ്തു തരണം. മരണം കടന്നു വരാത്ത ഒരു വീട്ടിൽ നിന്ന് ഒരു പിടി കടുക് എനിക്ക് കൊണ്ടുവന്ന് തരണം. മരണം കടന്നു വരാത്ത വീട്. അപ്പൊ അമ്മ പറഞ്ഞു, അങ്ങനെ എന്തായാലും ഉണ്ടാവില്ല. മരണം കടന്നു വരാത്തൊരു വീടും ഭൂമുഖത്തുണ്ടാവില്ല. അപ്പൊ ശ്രീബുദ്ധൻ പറഞ്ഞു, എങ്കിൽ മരിച്ചവരെ ജീവിപ്പിക്കാൻ നമുക്ക് കഴിയില്ല, നമുക്ക് അസാധ്യമാണ്, നമുക്കതിന് ജീവനടിക്കാൻ കഴിയില്ല. പക്ഷേ മലപ്പുറം ജില്ലയിൽ ഉണ്ടായത് അതല്ലല്ലോ. ശ്രീബുദ്ധനെ പോലുള്ള ഈമാൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർക്കില്ലായില്ല. ബാപ്പ മരിച്ചിട്ട് ബാപ്പാന്റെ മയ്യത്ത് 3 മാസം ജീവൻ തിരിച്ചു വരും. ഏതോ ഒരു പച്ചപ്പൊട്ടൻ ഒരു പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു. ആ വീട്ടിലെ പൊട്ടന്മാര് അത് വിശ്വസിക്കുകയും ചെയ്തു. അതിനെ ന്യായീകരിക്കാനാണ് മൊയ്ലിയന്മാരുണ്ടായത്. ശ്രീബുദ്ധൻ പോലും പറഞ്ഞത് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ല. അള്ളാഹു പറയാൻ വാക്കിയുടെ 60-ാമത്തെ വചനത്തിൽ പറയും, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. അള്ളാഹു നിങ്ങൾക്ക് മരണം വിധിച്ചിരിക്കുന്നു, ആർക്കും ആ മരണത്തെ അതിജയിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്നും മരിക്കാതിരിക്ക്. ഫതമന്നൗൽ മൗത്ത്, മരണത്തെ കൊതിക്കുക എന്ന് പറയുന്നുണ്ട് ജൂതന്മാരോട്. മരണമില്ലാത്തൊരവസ്ഥ നിങ്ങൾക്കിട്ടില്ലതാൻ ഖുർആൻ ഖണ്ഡിതമായാണ് പറയുന്നത്. പിന്നെ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ എന്നായിരിക്കും, അത് എവിടെ വെച്ചായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ. നമ്മളൊരാളെ കണ്ടു, വാഹനത്തിൽ കയറി, നമ്മൾ വീട്ടിലെത്തി, നമ്മുടെ ഫോണ് ശബ്ദിക്കുന്നു, നാം ആ കണ്ട ആള് ആക്സിഡന്റിൽ 10 മിനിറ്റ് മുമ്പ് മരിച്ചു എന്നാണ് വാർത്ത. സ്വാഭാവികമാണ്, അങ്ങനെയാണ് വരുന്നത്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഏത് ഭൂമിയിൽ വെച്ചാണ് നിങ്ങൾ മരിക്കുക, നാളെ എവിടെ വെച്ച് എന്താ സംഭവിക്കുക, ഇന്ന് വരെ ഒരാൾക്കത് പറയാൻ കഴിയില്ല. ആരും ആഗ്രഹിക്കില്ല അതൊന്നും. എവിടെ വെച്ചാ മരിക്കുക അറിഞ്ഞുകൂടാ, എന്താണ് നാളെ സംഭവിക്കുക അറിഞ്ഞുകൂടാ. വിശുദ്ധ ഖുർആന്റെ 31-ാം അധ്യായം 34 അങ്ങനെയാ പറയുന്നത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും. ഖുർആന്റെ 29-ാം അധ്യായം 57-ാമത്തെ വചനമാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 185-ാമത്തെ വചനം. എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ. എന്തുകൊണ്ട് എന്നാണ് കവയിത്രി പറയുന്നത്. ഇത്രയൊക്കെ വലിയ മഹാന്മാർ ലോകത്ത് വന്നു, അവരൊക്കെ മരിച്ചുപോയി. ഏകഛത്രാധിപതികൾ, നെപ്പോളിയൻ ബോണോപ്പാർട്ട്, അലക്സാണ്ടർ ദി ഗ്രേറ്റ്. നെപ്പോളിയൻ ബോണോപ്പാർട്ടിന്റെ അമ്മ
24 മണിക്കൂർ കൊണ്ട് തന്നെ കാണാൻ വരും. അതുവരെ എൻ്റെ ജീവനൊന്ന് പിടിച്ചു വെച്ച് തരണമെന്ന് ഡോക്ടർമാരോട് അദ്ദേഹം പറഞ്ഞു. സാധിച്ചില്ല. 8 മണിക്കൂർ കൊണ്ട് മരിച്ചുപോയി. ലോകത്തെത്ര ധനാഢ്യനും മരണത്തിന് കീഴുന്നു, എത്ര ആരോഗ്യദൃഢഗാത്രനും മരണത്തിന് കീഴുന്നു. ശരി, മരണത്തോടുകൂടി അവസാനിക്കോ? എല്ലാം മരണത്തോടുകൂടി അവസാനിക്കോ? അതൊരു വെറും വാക്കാണ്. അവസാനിക്കില്ല എന്ന് പറയലാണ് ബുദ്ധി. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് പറയുന്നത് വിവരക്കേടാണ്, വലിയ വിവരക്കേടാണ്. ചിന്തിക്കാത്തവരെ അത് പറയുള്ളൂ. ഇപ്പൊ ദൈവമില്ല എന്ന് പറയുന്നവനെ പറ്റി നമ്മളെന്താ പറയല്? യുക്തിവാദി, ബുദ്ധിജീവി. ബുദ്ധിയില്ല, ബുദ്ധിയുള്ള ഒരുത്തന്നെ ദൈവമില്ല എന്ന് പറയില്ല. ബുദ്ധിയുള്ള ഒരാളും ദൈവമില്ല എന്ന് പറയുന്നവൻ ലോകത്ത് വിവരം വളരെ കുറഞ്ഞൊരാക്കി അത് പറയാൻ പറ്റും. അപ്പൊ യുക്തിവാദി, നിരീശ്വരവാദി എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ചിന്താശേഷി വളരെ കുറഞ്ഞ ദുർബലൻ, 2 കൈയും കാലും ദുർബലനായി പോയി, കണ്ണും കാതും കേൾക്കാത്ത ഒരുത്തനെ പോലെ, അത്രയും പൊട്ടൻ ഓനെ ദൈവമില്ല എന്ന് പറയാൻ പറ്റൂ. അത്യാവശ്യം ചിന്തിക്കുന്ന ഒരാളും ഇതിന്റെ പിന്നിൽ ഒരു സിട്ടാവില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ചിന്തിക്കുന്നവർക്ക് ഇതിന്റെ പിന്നിൽ ഒരു പരാശക്തിയുണ്ട് എന്ന് മനസ്സിലാവും. കാരണം ഈ സൗണ്ട് സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നു. ആംപ്ലിഫയറിലൂടെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ്. അതിനൊരു ജനറേറ്റർ ഉണ്ട്. ആ ജനറേറ്ററിന് ആവശ്യമായ പെട്രോൾ, ഡീസലും ഉണ്ട്, ഇന്ധനമുണ്ട്. ഇവിടെ ഈ സൗണ്ട് സിസ്റ്റം കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന വ്യവസ്ഥകളുണ്ട്. എനിക്ക് ശബ്ദം കിട്ടാൻ ഇവിടെ മോണിറ്റർ ഉണ്ട്. ഇതെല്ലാം ഇവിടെ താനേ ഉണ്ടായതല്ല. അല്ല, അതിനൊക്കെ ഒരു കാരണമുണ്ട്. എല്ലാവർക്കും അറിയാം. നമ്മുടെ കയ്യിൽ കെട്ടിയ വാച്ച്, അത് ബാറ്ററി കഴിഞ്ഞാൽ നിൽക്കൂ. ബാറ്ററിയുടെ ആ ചാർജിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ചെറിയ കാര്യമാണ്, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നു. അനാവശ്യമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. താനേ ഉണ്ടായതല്ലാതെ അല്ല. ഈ മഹാപ്രപഞ്ചം കൃത്യമാണ്, വ്യക്തമാണ്, സൂക്ഷ്മമാണ്, ഗംഭീരമാണ്. ആരതിനെ നിയന്ത്രിക്കുന്നു? ഒരു ചോദ്യമാണ്. ആരാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്? ആ നിയന്ത്രണം ആരുടെ കൈകളിലാണോ അവനെ കുറിച്ചുള്ള അന്വേഷണമാണ് മതത്തിന്റെ കാതലായ വശം. മതത്തിന്റെ കാതലായ വശം അതാണ്. ഒരു സൃഷ്ടിയും ഇവിടെ വെറുതെ ഉണ്ടായിട്ടില്ല. എല്ലാം അതിലൊക്കെ ചില സിദ്ധാന്തങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കാരണങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പരാശക്തിയിലാണ് മനുഷ്യന്റെ ചിന്ത ചെന്ന് ചേരുക. മനുഷ്യരില്ലാത്ത ഒരു കാലമുണ്ടായി ലോകത്തിന്. മനുഷ്യരില്ല എന്ന്. അമ്പലമില്ല, ചർച്ചുകളില്ല, മസ്ജിദുകളില്ല, ആരാധനാലയങ്ങളൊന്നുമില്ലാത്ത ഒരു കാലം, മനുഷ്യരില്ലാത്ത കാലം. പക്ഷേ അന്ന് ഭൂമിയുണ്ട്. ഓരോരുത്തരും ശാന്തമായി ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. അന്ന് ഭൂമി ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനിക്ക് ചിന്തിക്കാം. ശ്രീരാമൻ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി, കൗസല്യയുടെ മകനായി. അതാണ് കഥ. അപ്പൊ കൗസല്യ മുമ്പേ ഉണ്ട്, ശേഷമാണ് ശ്രീരാമൻ ഉണ്ടായത്. ശ്രീരാമൻ ഉണ്ടാകുമ്പോൾ ഭൂമിയുണ്ട്, ആകാശമുണ്ട്, സർവചരാചരങ്ങളുണ്ട്. ആലോചിക്കുക, വണ്ടി ഓടിച്ചു പോകുമെന്ന് ആലോചിച്ചേ. ഒറ്റയ്ക്ക് കടയിലിരിക്കുമ്പോ കസ്റ്റമർ ഇല്ലാതിരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. മനുഷ്യരില്ലാത്ത കാലം. പക്ഷെ അന്ന് ഭൂമിയുണ്ട്. ഭൂമി സഞ്ചരിക്കുന്നുണ്ട്, വസന്തമുണ്ടാകുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, സൂര്യൻ ഉദിക്കുന്നുണ്ട്, ചന്ദ്രന്റെ നിലാവലകൾ പൊഴിയുന്നുണ്ട്. പക്ഷെ അന്ന് ശ്രീരാമനില്ല. അപ്പൊ ഉറപ്പായി ശ്രീരാമനല്ല അതൊന്നും നിയന്ത്രിക്കുന്ന. ഉറപ്പായി മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് ലോകമുണ്ട്. യേശു ക്രിസ്തു, ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ്. ഇടക്കര ഭാഗത്തൊക്കെ ക്രിസ്ത്യൻ ചർച്ചുകളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഞാൻ അവരോട് ശാന്തമായി ചോദിക്കുകയാണ്, യേശു ക്രിസ്തുവിന് മുമ്പ് ലോകമുണ്ടോ? ഉണ്ട്. യേശു ക്രിസ്തുവിന് അമ്മല്ലേ? ഉണ്ട്. അമ്മയുടെ അമ്മയും അച്ഛനുമില്ലേ? ഉണ്ട്. അതിനു മുമ്പ് ആളില്ലേ? ഉണ്ട്. അങ്ങനെ പുറകോട്ട് പോയാൽ ആദ്യത്തെ മനുഷ്യൻ ആദാമല്ലേ? ക്രിസ്ത്യാനികൾക്ക് ആണ്. ഹവ്വാ ബീവി അല്ലേ? അതെ. ആദമും ഹവ്വയും സ്വർഗലോകത്തിലായിരുന്നു എന്നല്ലേ? ഭൂമി ലോകത്തേക്ക് വന്നു. അപ്പൊ ഭൂമി ഇവിടെ ഉണ്ടല്ലോ. അതാരാ ഉണ്ടാക്കിയത്?
ഈ ചോദ്യത്തിൽ നിന്നാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, മുഹമ്മദ് നബി മരിച്ചല്ലോ, എന്നിട്ട് ലോകം നിശ്ചലമായോ? ഇല്ല. രാവും പകലും ഇല്ലാതായോ? ഇല്ല. സായിബാബ മരിച്ചു പുട്ടപ്പർത്തിയിൽ, 10 മണി മുല്ല വിടരാതിരുന്നോ? ഇല്ല. എന്തേനർത്ഥം? സായിബാബ കയ്യിലൊന്നും ഒരു പങ്കുമില്ല. മുഹമ്മദ് നബി കയ്യിൽ പങ്കില്ല, ഉള്ളാള തങ്ങളുടെ കയ്യിൽ പങ്കില്ല, യേശു ക്രിസ്തുവിനും ശ്രീകൃഷ്ണനും ഇല്ല. ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ട്. അത് കേൾക്കുന്ന ഒരാള്, ദേവകി 7 പ്രസവിച്ചു. ഈ 7 കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ, ദേവകിയുടെ ഗർഭപാത്രത്തിൽ ആര് വളർത്തി? അന്ന് ശ്രീകൃഷ്ണൻ തന്നെ ഇല്ല. അപ്പൊ ശ്രീകൃഷ്ണനിൽ ഒരു പങ്കുമില്ല, അല്ലേ? അപ്പൊ നമ്മൾ ആരെ ആരാധിക്കുന്നത്? ആരാധന ഒരിക്കലും അർഹിക്കാത്ത ആളുകൾക്ക്. നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റതാണ്. സൂര്യൻ മുമ്പേ ഉള്ളതാണ്, അന്ന് മനുഷ്യരില്ല. സൂര്യൻ നശിക്കുകയോ? നശിക്കും. തകർന്നു പോവോ? തകർന്നു പോകും. തകരുന്നത് ദൈവാവോ? AK-47 ചോദിച്ച് ദൈവത്തെ കൊല്ലാൻ പറ്റുമോ? ദൈവത്തിന്റെ കിഡ്നി വീക്കാവോ? ദൈവത്തിന് പ്രഷർ ഉണ്ടാവോ? ബ്ലഡ് പ്രഷർ ഉണ്ടാവോ? പ്രമേയം ബാധിക്കുമോ? ഭക്ഷണം കഴിക്കേണ്ടി വരുമോ? യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരിക്കേണ്ടി വരുമോ? എങ്കിൽ അതൊന്നും ദൈവമല്ല. സിമ്പിൾ. നാരാ ദൈവം? 715 കോടി മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. ഈ 715 കോടി മനുഷ്യരെയും സൃഷ്ടിച്ചത് ഒരാളാണ്. ആകാശം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, സൗരയൂഥങ്ങൾ, കാട്ടാറുകൾ, കാനനങ്ങൾ, ഇതെല്ലാം സൃഷ്ടിച്ചത് ഒരൊറ്റ ദൈവം. അതുകൊണ്ട് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ദൈവം ഒന്ന്. നേരെ മറിച്ച് യേശുക്രിസ്തു ദൈവമെന്ന് വന്നാൽ, ആ ദൈവത്തിലൂടെ മാത്രമേ മോക്ഷമുള്ളൂ എന്ന് വന്നാൽ ക്രിസ്ത്യാനി ആകാതെ രക്ഷയില്ല. ക്രിസ്ത്യാനി ആകാതെ രക്ഷയില്ല. ശ്രീകൃഷ്ണൻ ദൈവമായി എന്ന് വന്നാൽ ഹിന്ദു ആവണം നമ്മളൊക്കെ. മുഹമ്മദ് നബി ദൈവമെന്ന് വന്നാൽ പ്രയോഗപ്രകാരം മുസ്ലിം ആകണം നമ്മൾ. നേരെ മറിച്ച് ദൈവം ഈ ലോകം നമുക്കറിയാം, നമ്മൾ പോകുന്ന വണ്ടി ലേറ്റ് ആവാം, ഫ്ലൈറ്റ് ഡിലേ ആവാം, ട്രെയിന് ഡിലേ ആവാം, സൂര്യന് ഡിലേ ഇല്ല. എന്തല്ലാത്ത സൂര്യനെ സൃഷ്ടിച്ച സിട്ടാ പറഞ്ഞു ഡിലേ വരില്ല. 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞു, വശംസു തജ്രി ലിമുസ്തഖറില്ലാഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഖുർആനിലെ 36-ാം അധ്യായം 38-ാമത്തെ വചനം. ആ വചനത്തിൽ പറയുന്നത് സൂര്യൻ സഞ്ചരിക്കുന്നു, ചന്ദ്രൻ സഞ്ചരിക്കുന്നു, എല്ലാം അതിന്റെ ഭ്രമണമണ്ഡലത്തിൽ നീന്തി തുടിക്കുന്നു. എങ്ങനെ? നിശ്ചിതമായ സമയബന്ധിതമായി, യാതൊരു മൈക്രോ സെക്കൻഡും വ്യത്യാസമില്ലാതെ. 1400 വർഷം മുമ്പാണ് അത് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഏറ്റവും ഒടുവിലത്തെ ഗ്രന്ഥം. ആ ഗ്രന്ഥം പറയുന്ന അതാണ്. ആ ഗ്രന്ഥപ്രകാരം ഇന്നും 1400 വർഷം പിന്നിട്ടിട്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ആലോചിക്കാവുന്നതാണ്, ചിന്തിക്കാവുന്നതാണ്. സൂര്യൻ കൃത്യമാണ്, ചന്ദ്രൻ കൃത്യമാണ്. ആരാണ് ഇതിന്റെ പിന്നിൽ? ഒരു സൃഷ്ടാവുണ്ട്, അത് ശ്രീരാമനല്ല. കാരണം ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് അതുണ്ട്, മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് അതുണ്ട്, ഉള്ളാളതങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് അതുണ്ട്. അതുകൊണ്ട് അവർക്കാർക്കും സൂര്യനെ ഉദിപ്പിക്കുന്നതിലോ ചന്ദ്രന്റെ നിലാവലകളിലോ പങ്കില്ല. എങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനെ ആരാധിക്കാം എന്നൊരു പൊതു തീരുമാനം വന്നാൽ പിന്നെ ബാബരി മസ്ജിദ് ഇഷ്യൂ ഇല്ല, പിന്നെ ശ്രീരാമ പ്രതിമ നാട്ടി എന്ന വിവാദമില്ല, ദൈവത്തിന് പ്രതിമയില്ല. അത്ര സിമ്പിളായ ഒരു കാര്യം. യാ യുവന്നാസ് ഖുർആനിന്റെ വിളിയാണ്. 19 സ്ഥലത്ത് ഖുർആൻ വിളിക്കുന്നു. യാ യുവന്നാസ്, അല്ലയോ മനുഷ്യരെ. ആർക്കും അത് കേൾക്കാം. ഇവിടെ ഇരിക്കുന്ന അല്ലയോ മനുഷ്യരെ എന്ന് പറഞ്ഞാൽ ഹിന്ദുവും മുസ്ലിമും എല്ലാവരെയും വന്നു, നിരീശ്വരവാദിയും ഈശ്വരവിശ്വാസി എല്ലാവരും വന്നു. മനുഷ്യരായി പിറന്നവരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാനെ നിങ്ങൾ ആരാധിക്കുക. അല്ലതി, എങ്ങനെയുള്ളതാണ് ആ ദൈവം? ജാലലക്കുമുൽ അർള ഫിറാശ, ഈ ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നവൻ. ഈ ഭൂമിയെ ആരാണോ വിരിപ്പാക്കിയത് അത് മുഹമ്മദ് നബി അല്ല. കാരണം മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പുള്ള ജനങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചവരാണ്. ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് ഭൂമി, ആ ഭൂമി അതിനു മുമ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം,
ഭൂമിയെ സൃഷ്ടിച്ചവനാരോ അവനെയാണ് ഞങ്ങൾ ആരാധിക്കുക. അതിലെവിടെ വർഗീയത? അതിലെവിടെ വിഭാഗീയത? അതിലെവിടെ മനുഷ്യനെ സംഘട്ടനത്തിന് ചിന്തകൾ? ഒന്നുമില്ല, വ്യക്തം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു മടങ്ങിപ്പോക്കാണ് ആധുനിക ലോകത്ത് ആവശ്യം. ഒരുപാട് ദൈവങ്ങൾ, ഒരുപാട് മതങ്ങൾ, അങ്ങനെ ഒന്നുമില്ല. ശ്രീനാരായണ ഗുരു യാത്ര ചെയ്യുകയാണ്. നാട്ടുരാജാവ് അദ്ദേഹത്തെ കണ്ടവർ ചോദിച്ചു, ഏതാ ജാതി? ജാതി ഏതാന്ന് ചോദിച്ചു. ശ്രീനാരായണ ഗുരു ചോദിച്ചു, കണ്ടിട്ട് മനസ്സിലായില്ലേ? കണ്ടിട്ട് മനസ്സിലായില്ലേ? പല പറഞ്ഞില്ല, കണ്ടിട്ട് മനസ്സിലായില്ല. ഓഹോ, കണ്ടിട്ട് മനസ്സിലാത്ത നിങ്ങൾക്കാണോ പറഞ്ഞാ മനസ്സിലാവണത്? എന്നെ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലായില്ലേ? ഞാൻ മനുഷ്യജാതിയാണ്. മനുഷ്യജാതി, അതാണ് ഇസ്ലാം. ശ്രീനാരായണ ഗുരു അത് പഠിച്ചത് ഇസ്ലാം എന്നാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ക്ലാസ് പങ്കെടുത്ത ആളായിരുന്നു ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ഇസ്ലാമിനെ നല്ലവണ്ണം റീഡ് ചെയ്ത ആളാണ്. അതിൽ നിന്ന് ഒരുപാട് നന്മകൾ സ്വാംശീകരിച്ച ആളാണ്. ഗാന്ധിജി അതിൽപ്പെട്ട ആളാണ്. BR അംബേദ്കർ പൂർണ്ണാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരാളാണ്. കാരണം ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ്, ലോകത്തിന്റെ സിട്ടാവിന്റെ മതമാണ്. മുഹമ്മദ് നബി ഒരു മതം കൊണ്ടുവന്നിട്ടില്ല. വർദ്ധമാന മഹാവീരന്റെ പേരിൽ ജൈനമതമുണ്ട്, ബുദ്ധന്റെ പേരിൽ ബുദ്ധമതമുണ്ട്, കൺഫ്യൂഷ്യാനിസം, ലാവോയിസം, ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി ഒക്കെ ഉണ്ട്. ഇസ്ലാം അതല്ല. ഇസ്ലാം സമാധാനം എന്നാണ് ആ പത്തിന്റെ അർത്ഥം. സമർപ്പണം എന്നാണ് ആ പത്തിന്റെ അർത്ഥം. സൂര്യൻ ഏതൊരു നാഥന്റേതാണോ, ചന്ദ്രൻ ഏതൊരു നാഥന്റേതാണോ, വെള്ളവും വായുവും ഏതൊരു നാഥന്റേതാണോ, ആ നാഥൻ അവനൊരു മതവും അവതരിപ്പിച്ചു. ദാ ഇങ്ങനെ ജീവിക്കണം, എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് സൗഖ്യവും സമാധാനവും കിട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആദിമ മനുഷ്യന്റേതാണ്. ആദാം, ആ ആദാമിന്റെ മതം ഇസ്ലാമാണ്. ആദം മുസ്ലിമായിരുന്നു. പ്രവാചകന്മാരെല്ലാം അത് പഠിപ്പിക്കാൻ വന്നവരാണ്. യേശു ക്രിസ്തു ഫോർ എക്സാമ്പിൾ, അദ്ദേഹം സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം ഗലീലിയായിൽ വന്ന് യേശു ക്രിസ്തു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു എന്നാണ്. ദൈവത്തിന്റെ സുവിശേഷം യേശു ക്രിസ്തു പ്രസംഗിച്ചു. യേശു ക്രിസ്തു എന്താ പ്രസംഗിച്ചത്? ദൈവത്തിന്റെ സുവിശേഷം. യേശു ക്രിസ്തു ലോകത്തെ പഠിപ്പിച്ചത് എന്താ? ഞാൻ ദൈവമാണ് എന്നാണോ? ഒറ്റ വാചകവുമില്ല ബൈബിളിൽ. ഞാനാണ് ദൈവം എന്ന ഒരൊറ്റ വാചകവും ബൈബിളിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് യേശു ക്രിസ്തു പഠിപ്പിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിക്കാനാണ്. ശമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അല്ലയോ ഇസ്രായേൽ സമൂഹമേ, മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം, അല്ലയോ ഇസ്രായേൽ സമൂഹമേ, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ, അവരേന്നല്ല, ബഹുവചനമല്ല, സിംഗുലറാണ്, പ്ലൂറലല്ല, അവനെ. ആലോചിക്കണം, വചനം എന്താണ്? ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെയും അദ്ദേഹത്തിന്റെ പ്രബോധക സമൂഹത്തിന്റെയും ദൈവം ഏകൻ, അവനെ, അവരെ എന്നല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മുക്കൂട്ട് ദൈവത്തെ കുറിച്ചല്ല യേശു ക്രിസ്തു പറഞ്ഞത്. അത് സെൻബോള പറഞ്ഞത്, ഷൗല പറഞ്ഞത്, ലോകം കണ്ട ജൂതനാ പറഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ ആശയത്തോട് വിരോധമുള്ള ജൂതനാ പറഞ്ഞത്. അയാളാണ് ആ അട്ടിമറിച്ചത്. യേശു ക്രിസ്തു വന്നത് ദൈവത്തെ പറ്റി പരിചയപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ തന്നെ ഉള്ളത്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വചനം വ്യക്തമാണ്. ഒറ്റ ദൈവത്തെ കുറിച്ചാണ് വർത്തമാനം. സങ്കീർത്തന പുസ്തകം 148-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം, ആകാശത്തിലെ സൂര്യചന്ദ്രന്മാരെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ഭൂമിയെ നിങ്ങൾ അവനെ സ്തുതിക്കുക, പർവ്വതങ്ങളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആഴിയിലെ മത്സ്യാദികളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്ന ഉരകവർഗങ്ങളെ നിങ്ങൾ അവനെ സ്തുതിക്കുക. കാരണം അവനല്ലയോ നിങ്ങളുടെ സൃഷ്ടാവ്, അവനല്ലയോ നിങ്ങളുടെ പരിപാലകൻ. ആരാണ് ആ പരിപാലകൻ? ലോകത്തിന്റെ സൃഷ്ടാവാണ്. എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച ഒരൊറ്റ ദൈവം എന്ന തത്വമാണ് ലോകത്തിലെ വേദങ്ങളെല്ലാം പഠിപ്പിച്ചത്.
അതുകൊണ്ട് ക്രിസ്തുമതമെന്നോ ഹിന്ദുമതമെന്നോ ഒരു മുസ്ലിം അധിഷ്ഠിത മതമെന്നോ പറഞ്ഞ് തമ്മിൽ തല്ലേണ്ടവരല്ല മനുഷ്യകുലം എന്ന യാഥാർത്ഥ്യം. പുറകോട്ട് യാത്ര ചെയ്താൽ അപ്പേട്ടന്റെ മക്കളാണ് നമ്മളൊക്കെ. മാലിക് ദീനാർ ഇന്ത്യയിൽ വന്നു. അപ്പേട്ടന് ആദ്യത്തെ ഇസ്ലാമായി. അപ്പേട്ടനിലൂടെ ലോകത്ത് ഇന്ത്യയില് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യം ഇന്ത്യയായി മാറി. കുറെ കൂടെ പുറകോട്ട് പോയാൽ മനുഷ്യരില്ലാത്ത കാലത്ത് ഈ ലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച ഒരു സംവിധായകൻ ഉണ്ട്. ആ സംവിധായകനെയാണ് ദൈവം, അല്ലാഹു, പ്രപഞ്ചത്തിന്റെ നാഥൻ എന്നൊക്കെ പറയുന്ന അവനെ. അവിടേക്കാണ് മടങ്ങിപ്പോകേണ്ടത്. ആ ദൈവത്തിലേക്കാണ് മടങ്ങിപ്പോകേണ്ടത്. ലോകത്തെ നിയന്ത്രിക്കുന്ന ആ പരാശക്തിയിലേക്കാണ് മടങ്ങിപ്പോകേണ്ടത്. വേദഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിച്ച അതാണ്. പൂർവ്വവേദങ്ങൾ. അവിടെ എവിടെയും നിങ്ങൾക്ക് ബിംബാരാധന കാണാൻ സാധ്യമല്ല. ബിംബത്തെ ഉണ്ടാക്കി അതിനെ പ്രതിഷ്ഠിച്ചു വെച്ച് ആരാധിക്കാൻ ഋഗ്വേദം പറഞ്ഞിട്ടില്ല, സാമവേദം പറഞ്ഞിട്ടില്ല, യജുർവേദം പറഞ്ഞിട്ടില്ല, അഥർവവേദം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ബിംബാരാധന പാടില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടുമുണ്ട്. ബൈബിളിലില്ലേ? അത് ഉണ്ട്. എന്നിട്ട് എന്താ ക്രിസ്ത്യാനികൾ പ്രതിമ ഉണ്ടാക്കുന്നത്? യേശുക്രിസ്തുവിന്റെ പ്രതിമ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ബൈബിളിലുള്ളത്, പച്ച മലയാളം ബൈബിളിലുള്ളത്. എന്നിട്ട് എന്തേ ഉണ്ടാക്കിയത്? വേദഗ്രന്ഥത്തെ ലംഘിച്ചു, തന്നിഷ്ടങ്ങളെ പിൻപറ്റി, പൗരോഹിത്യം പിന്തുടർന്നു, പാരമ്പര്യങ്ങളെ പിന്തുടർന്നു, യഥാർത്ഥ മത ദർശനങ്ങളെ കയ്യൊഴിഞ്ഞു. ഉദാഹരണം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വചനം. അതിൽ പറയുന്നത്, ആണിന്റെയും പെണ്ണിന്റെയും രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്, ആകാശത്തിലെ പറവജാനികളുടെ രൂപമുണ്ടാക്കരുത്, ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കരുത്. ഉണ്ടാക്കരുത് എന്നാ പറഞ്ഞ്. ആണിന്റെയും പെണ്ണിന്റെയും കന്യാമറിയമിന്റെ രൂപമുണ്ടാക്കി ചർച്ചിന്റെ മുമ്പിൽ വെക്കരുത് എന്ന് പറയുന്നത് എവിടെയാണ്? ചർച്ചിന്റെ ഉള്ളിലെ ബൈബിളിലാണ്. അത്ഭുതകരമല്ലേ? ചർച്ചിന്റെ ഉള്ളിലെ ബൈബിളിലാ പറയുന്നത്. എന്ത്? ഇതൊന്നും ഉണ്ടാക്കരുത്. എന്നിട്ട് ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയതുകൊണ്ടല്ലേ ഒറീസ കലാപം ഉണ്ടായത്. ബിംബം പാടില്ല എന്ന് പറഞ്ഞു ഹിന്ദു മതത്തില്, സനാതന ധർമ്മത്തില്. ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ രാമവിഗ്രഹം കൊണ്ടുപോയി പള്ളിയിൽ വെക്കേണ്ടി വന്നത്. അതാണല്ലോ കലാപഹേതു. നേരെ മറിച്ച് ഇസ്ലാം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ബാബരി മസ്ജിദിന്റെ ഉള്ളിൽ ശ്രീരാമന്റെ പ്രതിമ 1949 കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. ശേഷമാണ് കലാപവും ബാബരി ഇഷ്യൂസും രാമജന്മഭൂമിയും തർക്കവും ഒക്കെ ഉണ്ടായത്. നേരെ മറിച്ച് ഇന്ത്യയുടെ ചരിത്രം, ലോകത്തിന്റെ ചരിത്രം, ലോകത്ത് എവിടെ ആവട്ടെ, മുഹമ്മദ് നബിയുടെ പ്രതിമ ഉണ്ടാക്കി അമ്പലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടോ മുസ്ലിങ്ങൾ? ഇല്ല. അങ്ങനെ ഒരു കലാപം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദ് നബിയുടെ പ്രതിമ ക്രിസ്ത്യൻ ചർച്ച് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടോ മുസ്ലിങ്ങൾ? അങ്ങനെ ഒരു കലാപം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ടില്ല? അത്ഭുതാവഹമാണ്. എല്ലാവർക്കും ചിന്തിക്കാം. അപ്പൊ ബസ്സിൽ കയറുമ്പോ ഒരു ചില്ലിന്റെ ഫ്രെയിമിൽ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ കാണാം, അപ്പുറത്ത് ഗണപതി വിഗ്രഹം കാണാം, ഇപ്പുറത്തോ പള്ളി കാണാം. ശരിക്കും വേണ്ടത് എന്താ? അമ്പലവും ചർച്ചും പള്ളിയും. എന്തുകൊണ്ടാണ്? യേശു ക്രിസ്തുവും പിന്നെ ഒരു ഗണപതി വിഗ്രഹവും ഇപ്പുറത്ത് പള്ളിയും. അതായത് ഹൈന്ദവരുടെ ദൈവമുണ്ട്, ക്രൈസ്തവരുടെ ദൈവമുണ്ട്, മുസ്ലിങ്ങളുടെ ദൈവത്തെ കാണാനില്ല. എന്താ അല്ലാത്തത്? മുസ്ലിങ്ങൾ ആരാധിക്കുന്ന പള്ളി മാത്രമാണ്. എല്ലാവരും കാണുന്ന കാഴ്ചയാണ് ബസ്സിന്റെ ഫ്രണ്ടില് ഇസ്ലാമിന്റെ ദൈവത്തെ ചില്ലിന്റെ കൂട്ടിലിട്ട് വെക്കാൻ പറ്റില്ല. പൂജാമുറിയിലോ ചില്ലിന്റെ കൂട്ടിലോ ബന്ധിതനല്ലല്ലോ എന്റെ ദൈവം, വാനവും ഭൂമിയും പ്രവിശാലമായൊരു സാമ്രാജ്യ സാരഥി എന്റെ ദൈവം. ആ ദൈവത്തെ കൂട്ടില് കൊണ്ടുവെക്കാൻ പറ്റില്ല, പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. വേദഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞ അതാണ് അല്ലേ? യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ സൂക്തം, നതസ്യ പ്രതിമാസ്, ദൈവത്തിന്റെ പ്രതിമ പാടില്ല എന്നാ പറഞ്ഞു. പിന്നെ എന്തേ ഉണ്ടായത്? ദൈവത്തിന്റെ പ്രതിമ കൊണ്ടുപോയി വെച്ചു. ദൈവത്തിന്റെ ആണോ അത്? അല്ല. നമ്മുടേതല്ലാത്ത ഒരു ഫോട്ടോ അത് വെച്ചിട്ട് നമ്മുടെ പേര് എഴുതി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടേതല്ലാത്ത ഫോട്ടോ അല്ലേ? അത്ഭുതകരമാണ്. സത്യത്തിൽ ഉള്ളതല്ല ഉള്ളത്. യേശു ക്രിസ്തുവിന്റെ പ്രതിമ തന്നെ പിക്ചർ തന്നെ നോക്കൂ. മീശയും താടിയും ഉണ്ട് യേശു ക്രിസ്തുവിന്. പള്ളിയിലച്ചന്മാർക്ക് എന്താ മീശയും താടിയും ഇല്ലാത്തത്? ചെറിയൊരു ചോദ്യമാണ്.
യേശുക്രിസ്തുവിന് ലോകത്ത് എവിടൊക്കെ ഫോട്ടോ ഉണ്ടോ, ക്ലീൻ ഷേവ് ചെയ്ത യേശുക്രിസ്തുവിന്റെ ഫോട്ടോ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? ഇവിടെയൊക്കെ ക്രിസ്ത്യാനികളുടെ വീടുണ്ടാവും. ആ വീട് കയറി ചെല്ലുമ്പോൾ ചില്ലിന്റെ ഫ്രെയിമിൽ യേശുക്രിസ്തു, പെരടി വരെ മുടിയുണ്ട്, താടിയുണ്ട്. പള്ളിയിലച്ഛന് താടിയില്ല, മീശയില്ല. എന്തുകൊണ്ട്? പള്ളിയിലച്ഛന്റെ മതം സെന്റ് പോളിന്റെ മതമാണ്. ജൂതനായ സെന്റ് പോളിന് മീശയും താടിയില്ല, ജൂതന്മാർക്ക് മീശയും താടി ഉണ്ടാവില്ല. ജൂതന്റെ സമ്പ്രദായം ബൈബിളിൽ താടിന്റെ അറ്റം കത്രിക കൊണ്ട് കട്ട് ചെയ്യരുതെന്നാ. താടിയുടെ അറ്റം കത്രിക ഉപയോഗിച്ച് പോലും കട്ട് ചെയ്യരുതെന്നാണ് മലയാള ബൈബിളില്. സഹോദരി സഹോദരന്മാരെ, ഇവിടെ ക്രിസ്ത്യൻ പള്ളിയുടെ അവിടെ കയറി ചെന്ന ബൈബിൾ നോക്കിയാൽ കാണാം. 2 രാജാക്കന്മാരിൽ എഴുതുന്നുണ്ട്, ദാവൂദ് നബിയുടെ 2 ശിഷ്യന്മാർ ഒരു നാട്ടിൽ ചെന്നു, എരിഹോവിൽ ചെന്നു. അവിടുത്തെ രാജാവ് അവരുടെ താടി വടിച്ചു കളഞ്ഞു. ഒരു ഭാഗത്തെ താടി വടിച്ചു കളഞ്ഞു, ഒരു ഭാഗം താടി വിട്ടേച്ചു, ഒരു ഭാഗം താടി വടിച്ചു കളഞ്ഞു. ദാവൂദ് നബിക്ക് മെസ്സേജ് പോയി, ഞങ്ങൾ അങ്ങോട്ട് വരണോന്ന് ചോദിച്ചു. ദാവൂദ് നബി എന്താ പറഞ്ഞറിയ അവരോട്? ഒരു ഭാഗത്തെ താടി മാത്രം വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട, വടിച്ച ഭാഗത്തെ താടി അത്ര തന്നെ വളർന്നതിന് ശേഷം ഈ നാട്ടിലേക്ക് വന്നാൽ മതി. ഈ വിവരം എവിടെയാണ്? പച്ച മലയാളം ബൈബിളിലാണ്. ഇപ്പൊ എടുത്താൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. എന്തുകൊണ്ട് പള്ളിയിലച്ഛന് താടി ഉണ്ടായില്ല? പള്ളിയിലച്ഛൻ യേശുക്രിസ്തുവിന്റെ ആശയത്തിലല്ല, ജൂതന്റെ ആശയത്തിലാണ്, സെന്റ് പോളിന്റെ ആശയത്തിലാണ്. സെന്റ് പോൾ ലോകത്ത് അട്ടിമറിച്ചവനാണ്. സെന്റ് പോളാണ് ലോകത്ത് മനുഷ്യ കുലത്തെ തെറ്റിച്ചതിൽ നിർണായക പങ്ക് വഹിച്ചത്. അബ്ദുല്ലാഹിബ്നു സബാണ് ഷിയായിസം എന്ന് പറഞ്ഞ് ഒന്നുണ്ടാക്കിയത്. മുസ്ലിങ്ങളുടെ അവാന്തര രൂപ ഉണ്ടാക്കി. ലോകത്തുണ്ടാകുന്ന സകല ഫിത്തനകളുടെയും നാരായ പേര് ജൂതായിസത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫാസിസം ജൂതന്മാരുടെ സൃഷ്ടിയാണ്, ഹിറ്റ്ലർ ജൂതന്മാരുടെ സൃഷ്ടിയാണ്, കമ്മ്യൂണിസം ജൂതന്മാരുടെ സൃഷ്ടിയാണ്. വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. അത്ര വിപുലമാണ് ആ ശൃംഖല. ഞാൻ പറയുന്നത് നമ്മൾ ശരിക്കും ആലോചിക്കുക. മനുഷ്യകുലം പറകോട്ട് പോയാൽ ആദ്യത്തെ അച്ഛനമ്മയിൽ ചെന്ന് മുട്ടും. അതിന്റെ അർത്ഥം എന്താ? നമ്മളൊരു തറവാട്ടിലെ അംഗങ്ങളായിരുന്നു, ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളായിരുന്നു. ബാലനും സുരേന്ദ്രനും ദേവകിയും ദമയന്തിയും കല്യാണിയും ആമിനയും ആയിഷയും സാറാമ്മയും മേല്യാമ്മയും ഒരച്ഛന്റെ അമ്മയുടെ മക്കളായിരുന്നു. പിന്നെ നമ്മൾ ദൈവങ്ങളുടെ പേര് തല്ലി. ദൈവങ്ങൾ എന്ന് ലോകത്ത് ശബ്ദം ഉണ്ടായോ അന്ന് കലാപം ഉണ്ടായി. ദൈവം അവിടെ കഴിഞ്ഞു. ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചാതാ, ലോകവേദങ്ങളൊക്കെ പഠിപ്പിച്ചാതാ. മഹാനിർവഹണ സ്തോത്രത്തിൽ മനോഹരമായ ഒരു വചനമുണ്ട്. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം എന്നാണ് മഹാനിർവഹണ സ്തോത്രത്തിലെ മനോഹരമായ വചനാണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും പശുവും ദൈവാണെന്നല്ല. അതൊന്നും ദൈവമല്ല, അതൊന്നും ദൈവമല്ല. ദൈവാണ് എന്നല്ല, അല്ല ആണ് എന്ന് തോന്നിയത് നമുക്കാ, വേദത്തിനല്ല. ഋഗ്വേദം കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല പാമ്പിനെ ആരാധിക്കാന്ന്. ഋഗ്വേദം കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല പശുവിനെ ആരാധിക്കാന്ന്. തെളിയിക്കാൻ കഴിയില്ല. വാദിക്കാം, ന്യായീകരിക്കാം, പ്രമാണം ഉദ്ധരിക്കാൻ പറ്റില്ല. ഋഗ്വേദം 10 മണ്ഡലമാണുള്ളത്. 10 മണ്ഡലം. 10ാം മണ്ഡലം 121ാമത്തെ സൂക്തം 1ാമത്തെ ഋക്കിലുള്ളത് എന്താ? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസിത് സജാതാര പൃഥിവീം ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിദേമാം. 7 ആകാശവും 7 ഭൂമിയും സൃഷ്ടിച്ച ദൈവം മേഘൻ. നിങ്ങൾ ഇന്ന് ആരാധിക്കുന്നവരുടെ ഒക്കെ പരമാരാധ്യൻ, ഈ വിശ്വത്തിന്റെ, ഈ അണ്ടകടാഹത്തിന്റെ ജഗതീശ്വരൻ മേഘൻ. അപ്പൊ എന്താ വരിക? ബാലേട്ട, സുരേഷേ, ബഷീറേ, വാ, ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലിരിക്കും. സൂര്യനും ചന്ദ്രനും സൃഷ്ടിച്ച പടച്ചോൻ എന്റെയും നിന്റെയും പടച്ചോനാ. ആ പടച്ചോന്റെ അടിമകളാ നമ്മളൊക്കെ. ഒരച്ഛന്റെ അമ്മയുടെ മക്കളാ നമ്മളൊക്കെ. ബാന്ധവാ മാനവാ സർവേ സ്വദേശാഭുവനത്രയം. ബാന്ധവാ മാനവാ സർവേ സ്വദേശാഭുവനത്രയം. ലോകമാണ് തറവാട്, ലോകമാണ് തറവാട്. അന്ധമായ ദേശീയത അത് ഹിറ്റ്ലറിന്റെ വൃത്തികെട്ട മനസ്സിലുണ്ടായ സിദ്ധാന്തമാണ്. വൃത്തികെട്ട മനസ്സിലുണ്ടായ അന്ധമായ ദേശീയത. എന്റെ നാട് പവിത്രം, ബാക്കിയുള്ളതൊക്കെ മോശം. അധമ ചിന്തയാണ്. ഇന്ത്യ വലിയ രാജ്യം, ബാക്കിയൊക്കെ മോശം. അതാണ് ചെല്ലു പറയുന്നത്. ഹിറ്റ്ലറിന്റെ അനുയായികൾ. മൂച്ചെ അത് പ്രചരിപ്പിച്ച ആളാ. ഗുരുജി ഗോളക്കർ അത് പ്രചരിപ്പിച്ച ആളാ. സവർക്കർ, വീര സവർക്കർ അത് പ്രചരിപ്പിച്ച ആളാ. ഗാന്ധിജി അതിനെതിരായിരുന്നു. പല്ലഭായ് പട്ടേൽ അതിനെതിരായിരുന്നു. ബാലഗംഗാധര തിലക് അതിനെതിരായിരുന്നു.
മനുഷ്യത്വമുള്ളവരൊക്കെ അതിനെതിരായി. സൗദി അറേബ്യ മണ്ണിനൊരു പ്രത്യേകതയില്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ നബി എന്ത് പറഞ്ഞത്? ലാ ഫദില ലി അറബിയ്യിൻ വലാ അജമിയ്യിൻ. അറബിക്ക് അനറബിയേക്കാൾ ഒരു പ്രത്യേകതയില്ല. എന്തൊരു വാക്കാത്! ലോകത്ത് മുഹമ്മദ് നബി പറഞ്ഞ വാക. കറുത്തവനും വെളുത്തവനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അച്ഛന്റെ അമ്മയുടെ മക്കൾ. ഖുർആന്റെ അത്ഭുതം എന്താ അറിയോ? കറുപ്പും വെളുപ്പും ഒക്കെ നൽകിയ ദൈവമാണ്, തല്ലണ്ട. ഖുർആന പറയണേ 82-ാം അധ്യായം 6, 7, 8 വചനം. ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റകബകന. നിങ്ങൾക്ക് നിറം നൽകിയത് പടച്ചോനാണ്, അതുകൊണ്ട് നിറത്തിന്റെ പേര് തമ്മിൽ തല്ലണ്ട. ജാതി ചോദിക്കുന്നില്ല ഞാൻ, സോദരി ചോദിക്കുന്നു തണ്ണീർ. നമുക്കറിയാം കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചട്ടമ്പി സ്വാമികൾ, ഗുരു ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി, BR അംബേദ്കർ, ഇവരൊക്കെ ജാതീയതക്കെതിരെ ശബ്ദിച്ചവരാ. ഏത് സമുദായത്തിലെ ജാതീയത? ഹൈന്ദവ സമുദായത്തിലെ ജാതീയത. ഇസ്ലാമിൽ അതില്ല, മുസ്ലിങ്ങൾക്കിടയിൽ അതില്ല, അറുപത് ജാതിയില്ല, ഒറ്റ ജാതി. അതുകൊണ്ട് ആ ശ്രീനാരായണ ഗുരു ചോദിച്ച്, കണ്ടിട്ട് മനസ്സിലായില്ലേ ഇത് മനുഷ്യജാതിയാണ്, ഇത് മനുഷ്യജാതിയാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും ഇല്ല. തതിഹ രമണീയാം ചരണേ ഹബ്യാശേ ഹയതേ രമണീയാം യോനി. അപദ്യോരൻ ബ്രാഹ്മണ യോനി, സുഗര യോനി, ചണ്ടാല യോനി. അത് ബ്രാഹ്മണൻ ഉണ്ടാക്കിയതാ. ഭഗവാന്റെ മുഖത്തു നിന്ന് ബ്രാഹ്മണൻ, ഭഗവാന്റെ കൈകളിൽ നിന്ന് ക്ഷത്രിയൻ, ഭഗവാന്റെ തുടകളിൽ നിന്ന് വൈശ്യൻ, ഭഗവാന്റെ കാൽപാദങ്ങളിൽ ശൂദ്രൻ. അതാരുണ്ടാക്കിയതാ? ഋഗ്വേദത്തിലുള്ളതാ? ദൈവം പഠിപ്പിച്ചതാ? അല്ല. ദൈവം പഠിപ്പിച്ചത് ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയമെന്ന. പക്ഷേ നമ്മൾ മാറി സഞ്ചരിച്ചു. അതെന്നും ഉണ്ടായിട്ടുണ്ട്. അറിവില്ലായ്മയാണ് നമ്മുടെ നാടിന്റെ മുഖമുദ്ര. നമ്മുടെ അറിവിന്റെ പ്രതീകമല്ല നമ്മുടെ നാട്. ഇപ്പോ മുമ്പായിരുന്നു പല്ല. അനവധി വിവരക്കേടുകൾ നമുക്കുണ്ട്. പലതും ഏതൊരവസ്ഥയിലാണ് ഉണ്ടായത് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വെറുതെ പറയുകയല്ല. ഒരു പ്രതിമ ഉണ്ടാക്കി ആരാധിക്കുന്നതിനെതിരായിരുന്നു ഹൈന്ദവ വേദഗ്രന്ഥം. പിന്നെ എങ്ങനെയാ അതുണ്ടായത്? പിൽക്കാലത്ത് കടന്നു വന്നതാണത്. ലോകത്ത് ആദ്യമായി 5 പ്രതിമകൾ ഉണ്ടാക്കിയത് അക്കാലഘട്ടത്തിലെ പുരോഹിതന്മാരാണ്. 5 ഔലിയാക്കൾ, ദൈവത്തോടടുത്ത 5 മഹാന്മാർ. അവർ മരിച്ചപ്പോ അവരുടെ രൂപം ഉണ്ടാക്കി വെച്ചു. പിന്നെ അതിൽ ദിവ്യത്വം ആരോപിച്ചു, അതിനെ ആരാധിക്കാൻ തുടങ്ങി. ലോകത്തൊക്കെ ഉണ്ടായിരുന്ന അതാ അറിവില്ലായ്മ. ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങൾക്ക് മനുഷ്യന്റെ ജാതകം, മനുഷ്യന്റെ ജീവിതം തീരുമാനിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ എന്തുമാത്രം അറിവില്ലാത്തവരാണ്. മോഡേൺ സയൻസ് പഠിച്ച ബാലചന്ദ്രന്റെ മോൻ പറയോ അത്? സുരേന്ദ്രന്റെ മോൻ പറയോ അത്? ദേവദാസിന്റെ മോൻ പറയോ അത്? ഇല്ല, പറയില്ല. കാരണം ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ ഇപ്പൊ അവിടെ ഇല്ല, മുമ്പ് ചത്തുപോയതാണ്. അവയൊന്നും ജീവിച്ചിരിപ്പില്ല. അതിന് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനും കഴിയില്ല. ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു, ജയവും പരാജയം എന്നത് വിവരക്കേടിൽ നിന്നുണ്ടായ വരിയാണ്. മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ സൂര്യനോ ചന്ദ്രനോ കഴിയില്ല. പ്രവാചകൻ ലോകത്ത് പഠിപ്പിച്ച അതാണ്. ഒരൊറ്റ ദൈവം, ഒരൊറ്റ ജനത. ഉജ്ജ്വലമായ തീരുമാനമാണ്. നമുക്കറിയാം, ഞാൻ ലളിതമായി പറയാം. ഒരു ചർച്ചിലേക്ക് ഒരു ക്രിസ്ത്യാനി കയറി പോകുമ്പോ അവൻ ആരെയാണ് ആരാധിക്കാൻ പോകുന്നത്? 14 ലോകങ്ങളുടെയും സാക്ഷാൽ ഉടയ തമ്പുരാൻ ആരാധിക്കാനാണോ? അല്ല എന്ന് അവർക്ക് തന്നെ ഉറപ്പാണ്. അമ്പലത്തിലേക്ക് ഒരാൾ കയറി പോകുന്നു, അയാൾ ആരെ ആരാധിക്കാൻ പോണത്? ആരെ ആരാധിക്കാൻ പോണത്? ലോകത്തിന്റെ ദൈവത്തെയാ? അല്ല. ഒരാൾ പള്ളിയിലേക്ക് പോകുന്നു, അയാൾ ആരെ ആരാധിക്കാൻ പോണത്? ലോകത്തിന്റെ നാഥനെയാണ്. ഇതാണ് വ്യത്യാസം. ഇത് വ്യത്യാസമാണ്. ഒരാൾ ദർഗയെ പോകുന്നു, CM പോകുന്നു, ഏർവാടി പോകുന്നു, ദൈവത്തെ ആരാധിക്കാനാ പോകുന്നത്? അല്ല, ദൈവത്തിന്റെ അടിമയെ, സൃഷ്ടിയെ ആരാധിക്കാനാണ് പോകുന്നത്. ദർഗയിൽ നടക്കുന്നത് സൃഷ്ടിപൂജയാണ്, അമ്പലത്തിൽ നടക്കുന്നത് സൃഷ്ടിപൂജയാണ്, ചർച്ചിൽ നടക്കുന്നത് സൃഷ്ടിപൂജയാണ്. യാതൊരു സംശയവും വേണ്ട. ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിന്റെ വായു ശ്വസിക്കുന്നു നമ്മൾ, ദൈവത്തിന്റെ വെള്ളം കുടിക്കുന്നു നമ്മൾ, അല്ലേ? ആ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. എന്നിട്ടും നമ്മൾ ആ ദൈവത്തെ ആരാധിക്കുന്നില്ല. ദൈവത്തിന്റെ സൃഷ്ടികളിൽ ദിവ്യത്വം കൽപ്പിച്ച് അവയെ ആരാധിക്കുന്നു. ഇതാണ് നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ പിഴവ്. ലോകത്ത് ഒരുപാട് അധർമ്മങ്ങളുണ്ട്. വ്യഭിചാരത്തെ നാം അധർമ്മമായി കാണുന്നു, പലിശയെ അധർമ്മമായി കാണുന്നു, അല്ലേ? നിങ്ങൾ കൊലപാതകം അധർമ്മമായി കാണുന്നു, കൊള്ളിവെപ്പ് അധർമ്മമായി കാണുന്നു, പൊഴുത്തിവെപ്പ് അധർമ്മമായി കാണുന്നു. എങ്കിൽ ഏറ്റവും വലിയ അധമത്വം സൃഷ്ടിപൂജയാണ്. സൃഷ്ടികളെ ആരാധിക്കുക എന്നുള്ള. ലോകത്തിൽ മനുഷ്യരെ തമ്മ തെളിച്ചതും സൃഷ്ടിപൂജയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റി, നിങ്ങൾ പഠിച്ചാൽ മതി, മനസ്സിലാവും. നമുക്കറിയാം, നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഭൂമിയുണ്ട്, ലോകമുണ്ട്. ആ ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. അതാണ് മഹാനിർവഹണ സ്തോത്രത്തിലെ വാചകം. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം
ത്വമേകം ജഗത് കാരണം വിശ്വരൂപം എന്ന് പറയും. അവിടെ എന്താ പറയുന്നത്? അവിടെ പറയുന്നത് കൃത്യമാണ്. എന്റെ പ്രാർത്ഥനകൾ അഖിലവും ലോകത്തിന്റെ ദൈവമേ നിന്നോടാണ്. ഇനി ഞാൻ വേറെ ചോദിച്ചോട്ടെ, ഹിന്ദുക്കളുടെ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്നൊരു ഹിന്ദു, മുസ്ലിങ്ങളുടെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേ എന്നൊരു മുസ്ലിം, ക്രിസ്ത്യാനിയുടെ അതൊരു വർഗീയതയല്ലേ? ലോകരുടെ ദൈവമേ, ഖുർആൻ അങ്ങനെയാ പറയുന്നത്. ലോകത്തിന്റെ ദൈവം, ലോകങ്ങളുടെ ദൈവം, എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും ദൈവം. എന്തൊരു വിശാലതയാണ്, എന്തൊരു വിശാലതയാണ്. ഒരാള് ശ്രീരാമ രക്ഷിക്കണേ എന്ന് പറയും, അതിന്റെ അപ്പുറത്ത് ഒരാള് കൃഷ്ണ കാത്തോളണേ എന്ന് പറയും. വേറൊരാള് വേളാങ്കണ്ണി മാതാവേ കാത്തോളണേ, വേറൊരാള് ഉള്ളാളതങ്ങളെ കാത്തോളണേ. അപ്പൊ അതിന്റെ അപ്പുറത്ത് വേറൊരാൾ എന്നിട്ട് ഈ പ്രാർത്ഥിക്കുന്ന ഇവരെയൊക്കെ സൃഷ്ടിച്ച നാഥ, ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥ, ലോകത്തെ സംവിധാനിച്ച നാഥ, എന്നെ കാത്തോളണേ. ഇതിൽ ആരാണ് മാനവിക മൂല്യത്തിന്റെ വക്താവ്? ഇതിൽ ആരാണ് ശ്രേഷ്ഠൻ? ആലോചിക്കേണ്ടത്. ആരാണ് മേന്മയേറിയ വിശ്വാസക്കാരൻ? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഒക്കെ സൃഷ്ടിച്ച ദൈവമേ നീ ഏകനാണ്, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അയാൾ എത്ര വിശാല മനസ്സിന്റെ ഉടമയാണ്. ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ച അതാണ്. ഇസ്ലാം അത്ഭുതവുമാണ്. മോസസ് പ്രവാചകൻ, 10 കമാൻഡ്മെന്റ്സിന്റെ പ്രവാചകൻ ഫിറൗനിന്റെ കൊട്ടാരത്തിലെത്തി, റാംസസ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ. ഫഖാല അന റബ്ബുകുമുൽ അഅല എന്ന് പറഞ്ഞ സ്വച്ഛാധിപതിയുടെ, ഏകഛത്രാധിപതിയുടെ മുമ്പിൽ, തിട്ടൂരം അല്ലേ, അതൊക്കെ കൈമുതലായ ആ ചക്രവർത്തിയുടെ മുമ്പിൽ മൂസ അലൈഹിസ്സലാം ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങള് ലോകരക്ഷിതാവിന്റെ പ്രവാചകന്മാരാണ്. ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഞങ്ങൾ രണ്ടുപേരും ലോകങ്ങളുടെ രക്ഷിതാവിനാൽ അയക്കപ്പെട്ടവരാണ്. അതാണ് ഇസ്ലാമിന്റെ പ്രവാചകന്മാരുടെ പ്രത്യേകത. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുത്ത അയച്ചല്ല, ഒരു MP തെരഞ്ഞെടുത്ത അയച്ചല്ല, ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുത്ത അയച്ചല്ല, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തെരഞ്ഞെടുത്ത അയച്ചല്ല. 14 ലോകങ്ങളുടെയും സൃഷ്ടാവ് തെരഞ്ഞെടുത്തയച്ച പ്രവാചകൻ. അപ്പൊ ഒരു ചോദ്യം ചോദിക്കേണ്ട ഫിറൗൻ, വമാ റബ്ബുൽ ആലമീൻ, വമാ റബ്ബുൽ ആലമീൻ, അല്ല മൂസ നീ പറയുന്ന റബ്ബുൽ ആലമീൻ ആരാണ്? 14 ലോകങ്ങളുടെയും നാഥൻ. കണ്ടോ മൂസാ നബിയുടെ മറുപടി, റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മുഖിനീൻ. അതിന്റെ അർത്ഥം എന്താ അറിയോ? 14 ലോകങ്ങളെയും സൃഷ്ടിച്ച, അതിനിടയിലുള്ളതിനെ സംവിധാനിച്ച സംവിധായകനാണ് ഞങ്ങളുടെ ദൈവം. ഒരു സന്യാസിക്ക് ഇടക്കരയില് ഇവിടെ കയറി വന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ കഴിയോ? പശുവിനെ സൃഷ്ടിച്ച ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്ന് സന്യാസിക്ക് പറയാൻ പറ്റുമോ? ചിദാനന്ദപുരിക്ക് പറയാൻ പറ്റുമോ? ശശികല ടീച്ചർക്ക് പറയാൻ പറ്റുമോ? ഒരു പള്ളിയിലച്ഛനും എന്ന് പറയാൻ പറ്റുമോ? ഒരു മൊയ്ലിയാർക്ക് വന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ദൈവവിശ്വാസത്തിൽ പഴിച്ചിട്ടുണ്ട്. ദൈവവിശ്വാസത്തിൽ പഴിച്ചിട്ടുണ്ട്. ദൈവവിശ്വാസം കറക്റ്റ് അല്ല. നേരെ മറിച്ച് ഞങ്ങൾ പറയുന്നത് എന്തറിയോ? ഈ മണ്ണും ഈ വിണ്ണും ഈ പുൽച്ചാടിയും ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സൃഷ്ടിച്ച ഒറ്റാളാണ്. അവനെയാണ് സാക്ഷാൽ ദൈവം എന്ന് പറയുന്നത്. അവനെയാണ് ആരാധിക്കേണ്ടത്. ഇതിലെന്താ തെറ്റ്? ബാല വാടാ മോനെ, സുരേന്ദ്ര വാടാ, എടാ നമ്മുടെ ഒക്കെ ദൈവം ഒന്നാടാ, നമ്മൾ തല്ലണ്ടടാ, ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ കഴുത്തറക്കണ്ട, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് എന്തോ ഒരു രസമുണ്ട് ആ വിശ്വാസത്തിന്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 64 പറയാണ്, കുലിയ അഖിലൽ കിതാബി ചാലു, ജൂതന്മാരെ വരൂ, ജൂതന്മാരെ വരൂ, ജൂതന്മാരെ വരൂ, ക്രിസ്ത്യാനികളെ കമോൺ നിങ്ങൾ വരൂ, ദാ ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലിരിക്കൂ. എന്നിട്ട് എന്താ പറയണറിയോ? നിങ്ങളുടെ ദൈവം നമ്മുടെ ദൈവം ഒന്നാണ്. നിങ്ങൾ പറയുന്ന ദൈവവും നമ്മൾ പറയുന്ന ദൈവം ഒന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ ഈ ടൗണിൽ തടഞ്ഞു വെക്ക്, നിങ്ങൾ അവനോട് ചോദിക്ക്, യേശു ക്രിസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് ലോകം ഉണ്ടോ? ഉണ്ട്. അതാരാ സൃഷ്ടിച്ചെന്ന് ചോദിച്ചേ? ലോകത്തെ സൃഷ്ടിച്ചതാരാ? പോട്ടെ, യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് പഴയ നിയമം ഉണ്ടല്ലോ, പഴയ നിയമം. ആ നിയമത്തിൽ ദൈവവിശ്വാസം എന്താ? യേശു ക്രിസ്തു ദൈവാന്നാ ആണോ? എന്തായാലുള്ളത് കേട്ടോളൂ. മിസ്രീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. ബൈബിളിലുള്ളതാണ്, ബൈബിളിലുള്ളതാണ്. പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. ആ വചനത്തിൽ എന്താ പറയുന്നത്? മിസ്രീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്, അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം ഭ്രമിക്കരുത്. ഞാനൊരു ചർച്ച കയറി ചെന്നു. എനിക്ക് പരിചയമുള്ളൊരു അച്ഛൻ,
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛോ വല്ലാത്തൊരു കഷ്ടമായി പോയി കേട്ടോ. അപ്പൊ അച്ഛൻ ചോദിച്ചാൽ എന്തോടോ കഷ്ടാക്കാനുള്ള കാരണം? ഞാൻ പറഞ്ഞു, ഇവിടെ കുറെ പ്രതിമകൾ കാണുന്നു. യേശു ക്രിസ്തുവിന്റെ പ്രതിമ, കന്യാമറിയമിന്റെ പ്രതിമ, പല ആളുകളുടെയും പ്രതിമ. ഇത് പാടില്ല എന്നല്ലേ അച്ഛോ ഈ ബൈബിളിലുള്ളത്? അപ്പൊ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞു, അച്ഛോ എടുത്തോളൂ, 3-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം, അതിൽ പ്രതിമ പാടില്ല. പിന്നെ എന്താ അച്ഛോ ഇങ്ങനെ സംഭവിച്ചത്? കേനോപനിഷത്തിലുള്ള 108 ഉപനിഷത്തുണ്ട്. എന്റെ കയ്യിലുണ്ട് 108 ഉപനിഷത്ത്. ഈ ഉപനിഷത്തിലുള്ളതാണ്. നിങ്ങള് പ്രതിമ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കല്ലോ, ആ പ്രതിമ സാക്ഷാൽ ദൈവമല്ല. നിങ്ങളെ കണ്ണിന് കാണാൻ പറ്റാത്തവൻ, നിങ്ങളുടെ കണ്ണിന് കാഴ്ച നൽകിയവൻ, അവനാണ് ബ്രഹ്മം. അങ്ങനെയുള്ള ദൈവത്തെയാണോ ഇവിടുത്തെ ഹൈന്ദവർ ആരാധിക്കുന്നത്? അല്ല. എല്ലാവരും പറയാ അതുകൊണ്ട് നമ്മൾ തമ്മിൽ തല്ലിയതും. നമുക്ക് തമ്മിൽ തല്ലേണ്ടി വന്ന അതുകൊണ്ടാണ്. ദൈവവിശ്വാസം തെറ്റി, അപ്പൊ നമ്മൾ തെറ്റി. ലോകത്ത് ആദം നബിയുടെയും നോഹ പ്രവാചകന്റെയും ഇടയിൽ 10 തലമുറ അവർ ഏകദൈവ വിശ്വാസികളായി. ദൈവത്തെ മാത്രം ആരാധിച്ചവർ, പശുവിനെ ആരാധിച്ചിട്ടില്ല. എനിക്ക് അത്ഭുതത്തോടെ, പശുവിന്റെ പേരിൽ കുറെ ആൾ കൊല്ലപ്പെട്ടല്ലോ. പശു അറിയുന്നുണ്ടോ? അത് ഗോരക്ഷാ സമിതി എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ടെന്ന് പശു അറിയുന്നുണ്ടോ? താങ്ക്സ് എടാ ബലേന്ദ്ര, താങ്ക്സ്, എന്നെ സംരക്ഷിക്കാൻ ഒരു സമിതി ഉണ്ടാക്കിയെന്ന് കേട്ടു. എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടോ? ഓരോ മുസ്ലിമിനെയും പശുവിന്റെ പേരിൽ കൊല്ലുമ്പോ പശു സന്തോഷിക്കുവോ? ആ കൊല്ലുന്ന ഹിന്ദുവിന് പശു കൂലി കൊടുക്കുവോ? നല്ല ചോദ്യാ. ഇഷ്ടപ്പെടില്ല, പക്ഷെ നല്ല ചോദ്യാണ്. ദൈവം എന്ന് പറഞ്ഞാൽ കൂലി തരുന്നവനാണ്, പ്രതിഫലം തരുന്നവനാണ്. എങ്കിൽ പശു എന്ന ദൈവം മുസ്ലിങ്ങളെ കൊന്നതിന്റെ പേരിൽ ഹിന്ദുക്കൾക്ക് കൂലി കൊടുക്കുവോ? ഇത് മതമാണോ? പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങോട്ട് ചൂണ്ടിയിട്ട് ഈ ആകാശത്തെ സൃഷ്ടിച്ചത് ആര് എന്ന ചോദ്യത്തിന് എന്തുത്തരം പറയും ബാലേട്ട നിങ്ങൾ? എന്തുത്തരം പറയും ബഷീറെ നീ? എന്തുത്തരം പറയും സുരേന്ദ്ര നിങ്ങൾ? എന്തു പറയും ജോർജ് സാറേ നിങ്ങൾ? എലിയമ്മ എന്തു പറയും? ഒരാള് പറഞ്ഞു നീ ആയിരിക്കാം, ഒരു മുസ്ലിം പറഞ്ഞു നീ ആയിരിക്കും മുഹമ്മദ് നബി അതൊക്കെ ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ട് ചോദ്യകർത്താവ് ചോദിക്കൂലേ? അല്ല അല്ല, മുഹമ്മദ് നബിക്ക് മുമ്പ് ലോകം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്കറിയാലോ, ദശരഥ മഹാരാജാവ് പുത്രകാമേട്ട് യാഗം നടത്തിയിട്ടാണ് ശൃംഗമുനി പായസാനം നൽകി കൈകൈ കൗസല്യ സുമിത്ര മൂവരും പായസാനം ഭുജിച്ച് കൗസല്യയുടെ പുത്രനായി ജനിക്കുന്നത്. കൗസല്യയുടെ പുത്രനായി ജനിക്കുമ്പോ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തോട്ട് ആ ഗർഭപാത്രം ആരാണ്ടാക്കി? അമ്മയുടെ അമ്മയെ ആരാണ്ടാക്കിയത്? അതിനപ്പുറത്തുള്ളവർ ആരാണ്ടാക്കി? അന്ന് നദിയില്ലേ? ഉണ്ട്, നദിയുണ്ട്. അന്നൊരു ശരത്കാല പൗർണമി ഒരുക്കിയ ചന്ദനപ്പുഴ നീന്തി കടന്നു നടന്നൊരാൾ. ആ ചന്ദനപ്പുഴ ആരാണ്ടാക്കി? അത് ശ്രീകൃഷ്ണനും ശ്രീരാമനും അല്ല, അതുണ്ടാക്കിയത് പ്രപഞ്ചത്തിന്റെ നാഥനാണ്. അല്ലേ? അതല്ലേ ത്വമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവവദം പതിം പതിന പരമം പരസ്താത് വിധാമദേവം ഭുവനശ്വഭ്യം. ക്ഷേത്രോപനിഷത്തിലുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ ബാല? നീ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ചോട്ടാ ദൈവങ്ങളില്ലേ, അതൊന്നും ദൈവമല്ലടാ. അതിന്റെ ഒക്കെ മേലെ ഒരു സുപ്രീം പവർ ഉണ്ട്, അവനെ ആരാധിക്കുന്നു. സത്യത്തിൽ നമ്മൾ ആരെങ്കിലും അങ്ങനെ ആരാധിച്ചോ? ഇപ്പൊ ഗുരുവായൂരപ്പന്റെ ഭക്തരുണ്ട്, അത് അവർക്കാവാം, അവരുടെ സ്വാതന്ത്ര്യമാണ്, ഇതിലൊന്നും നമ്മൾ കൈകടത്തുന്നില്ല. ഗുരുവായൂരപ്പനാണോ ലോകത്തിന്റെ സൃഷ്ടാവ്? ആ ചോദ്യത്തിന് ഉത്തരം വേണമല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം, മുഹമ്മദ് നബി മരിച്ചു. അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് പറഞ്ഞ വാചകം എന്തറിയോ? ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ കദുമാത്ത, അദ്ദേഹം മരിച്ചിരിക്കുന്നു. കണ്ടോ? ആരെങ്കിലും ദൈവത്തെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഹയ്യുൻ ലാ യമൂത്ത്, ആ ദൈവത്തിന് മരണമില്ല. നമുക്ക് ചിന്തിക്കാം, എന്റെ നിയന്ത്രണത്തിൽ ഒരു കാര്യം, എന്റെ വീടിന്റെ അടുത്ത് കഴിഞ്ഞ മാസം ഒരാൾ മരിച്ചു. മരിച്ചപ്പോ അയാളെ കട അടഞ്ഞു കിടന്നു. അത് തുറക്കാൻ അയാൾക്ക് ഒരു ആൺകുട്ടിയില്ല. ആ കട അടഞ്ഞു കിടക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? കുഞ്ഞിരായൻ എന്ന് പറയുന്ന ആൾക്ക് മരിച്ചതിന് ശേഷം ആ കട തുറക്കാൻ പറ്റില്ല. അതോടൊരു കഴിഞ്ഞു അയാളെ. സായിബാബ മരിച്ചല്ലോ, 10 മണി മുല്ല പിന്നെ വിടർന്നില്ലേ? വിടർന്നു. 10 മണി മുല്ല വീട് വെറുത്തുന്നതിൽ സായിബാബക്ക് പങ്കില്ല എന്ന് മനസ്സിലായി. മുഹമ്മദ് നബിയുടെ മകൻ മരിച്ചു. നാട്ടുകാർ, അന്ന് സൂര്യഗ്രഹണം ഉണ്ടായി, നാട്ടുകാർ പറഞ്ഞു മുഹമ്മദ് നബിയുടെ മകൻ മരിച്ചുകൊണ്ടാണ്. പ്രവാചകൻ പറഞ്ഞു, ഇഞ്ചാതി വിവരക്കേട് ഇനി മേൽ എഴുന്നള്ളിക്കരുത്. ഈ വിവരക്കേട് എന്റെ മോൻ മരിച്ചോണ്ട് സൂര്യഗ്രഹണം ഉണ്ടാവില്ല.
വലിയ തങ്ങള് കുടുംബമായിരുന്നു നബീന്റെ. എന്നിട്ട് സൂര്യഗ്രഹണം ഉണ്ടായപ്പോ നബി അത് മുതലെടുത്തില്ല. റസൂല് പറഞ്ഞു, ഒരാൾ മരിച്ചോണ്ടോ ജനിച്ചോണ്ടോ സൂര്യഗ്രഹണം ഉണ്ടാവില്ല. അന്ധവിശ്വാസത്തെ മുളയിലേ നുള്ളി. അതാ മുഹമ്മദ് നബി. കൂലു, നിങ്ങൾ പറയണം, അബ്ദുള്ള, ഞാൻ അള്ളാന്റെ അടിമയാ, വ റസൂലുഹു, റസൂല, ഞാൻ ദൈവമല്ല, എനിക്ക് ദിവ്യത്തല്ല, എനിക്ക് മറഞ്ഞ കാര്യം അറിയില്ല. വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ എന്നവര് പാടി. നാളെയുടെ കാര്യം അറിയുന്ന ആളായി നബി. പ്രവാചകൻ പറഞ്ഞു, അല്ല, കളവ, നാളെ എന്ത് നടക്കും, എന്റെ കാര്യത്തിൽ പോലും നാളെ എന്ത് നടക്കും എനിക്കറിയില്ല. അതുകൊണ്ട് തങ്ങളും ജ്യോത്സ്യരും പറയുന്നത് കളവ, പൈശാചികമാണ്, ദൈവവിശ്വാസത്തിന്റെ ഭാഗമല്ല അത്, ദൈവവിശ്വാസമല്ല അത്. ദൈവവിശ്വാസം എന്താണ്? നമുക്കറിയാം, ഓം സദേ സദേ സമസ്തേ സർവലോകാശ്രയായ, സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ഒരൊറ്റ ദൈവം. ആ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ഇവിടെ ആർക്ക് ഏത് വിശ്വാസം സ്വീകരിക്കാം, ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷേ ചിന്തിക്കണം, ഞാൻ ആരെയാണ്? നമ്മളിപ്പോ സാധാരണ ഒരു പച്ചക്കറി മാർക്കറ്റ് ചെന്നാല് നല്ലതെടുക്കുക എന്നൊരു അവസ്ഥ നമുക്ക് അവിടെ ഉണ്ട്. ഒരു ടെക്സ്റ്റൈൽസ് ചെന്നാൽ നല്ലൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യാം. പക്ഷെ ദൈവവിശ്വാസിലോ, മുമ്പേ ഗമിച്ചീടിന ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. കല്ലിനെ ആരാധിക്കുന്ന ആളാ അച്ഛൻ, നാ കല്ലിനെ ആരാധിക്കന്നെ. ദർഗെ പോകുന്ന ആളാ ബാപ്പ, നാ ദർഗെ പോവന്നെ. പോന്നതിന്റെ ശരിയും തെറ്റും, കുരിശു വരക്കെ അച്ഛൻ, ഈശോ മിശോയ്ക്ക് സ്തുതിയെ, നാ അത് തന്നെ. അതിലപ്പുറത്ത് ശരിയും തെറ്റും അന്വേഷിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ പറയണതോ, ഓം അസുതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. എന്താ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ദൈവേ എന്നെ എത്തിക്കണേ. എന്നിട്ട് നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചോ ഏതാ സത്യം? ഇല്ല. അത് പ്രാർത്ഥിക്കുമ്പോഴും പാമ്പിനെ ആരാധിക്കുന്നു, അത് പ്രാർത്ഥിക്കുമ്പോഴും പശുവിനെ ആരാധിക്കുന്നു, അത് പ്രാർത്ഥിക്കുമ്പോഴും ദർഗയിൽ പോകുന്നു. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, ചോദിപ്പിൻ നൽകപ്പെടും. ബൈബിള് പറഞ്ഞു, വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബലനാ 29:69. സത്യം കണ്ടെത്താനുള്ള പരിശ്രമം നമുക്കുണ്ടായോ? അത് ഇല്ല. ഏതാ സത്യം? അങ്ങനൊന്നുമില്ല. നമ്മൾക്ക് കക്ഷിത്വമാണ്, പാർട്ടി ഭ്രാന്താണ്, വർഗീയതയാണ്. അതിനപ്പുറത്ത് ഏതാ ശരി ചിന്തിച്ചില്ല. ഹർത്താൽ, ഹർത്താൽ നമുക്കറിയാം. ഏതാ പദം? ഇംഗ്ലീഷാ, ഇന്ത്യ, ഉറുദു അല്ല, ഗുജറാത്തി ഭാഷയാണത്. ഹർ എന്ന് പറഞ്ഞാൽ എല്ലാം, താൽ എന്ന് പറഞ്ഞാലോ താല എന്ന് പറഞ്ഞാലോ അടയ്ക്കുക എന്നാ. എല്ലാ കടകളും അടച്ച് സൗമ്യമായി സൈലന്റായി വീട്ടിലിരുന്ന് വൈലന്റ് ആകാതെ പ്രതിഷേധിക്കുന്ന സമരമുറയുടെ പേരാണ് ഹർത്താൽ. ഹർത്താൽ എല്ലാ കടയും അടിച്ചു പൊളിക്കുക. ബിജെപിക്കാര് CPM-ന്റെ പൊളിക്കുക, CPM BJP-ന്റെ പൊളിക്കുക, ലീഗുകാര് CPM-ന്റെ പൊളിക്കുക, തിരിച്ചു പൊളിക്കുക. അതിന്റെ പേരാണ് ഹർത്താൽ. ഹർത്താൽ എന്ന് പറഞ്ഞാൽ അതല്ല, വീട്ടിൽ പോയി ഇരിക്കുന്നതിന്റെ പേരാ ഹർത്താൽ, റോട്ടിൽ ഇറങ്ങുന്നതിന്റെ പേരല്ല ഹർത്താൽ. ഇന്ന് നമുക്ക് ഹർത്താൽ പറഞ്ഞാലോ, ടയർ കത്തിക്കുക, കല്ല് വലിച്ചിടുക, മരത്തിന്റെ കഷ്ണം വലിച്ചിടുക, റോഡ് ബ്ലോക്ക് ചെയ്യുക, ഓട്ടോറിക്ഷ കത്തിക്കുക, കാറ് കത്തിക്കുക, സർക്കാരിന്റെ വണ്ടി കത്തിക്കുക. എടോ, സർക്കാരിന്റെ വണ്ടി നമ്മുടേതാണ്, കേരളത്തിൻ്റെതാണ്, പൊതുമുതലാണ്, നമ്മുടെ നികുതിയാണ്, നമ്മുടെ ചോരയും നീരിന്റെ ഭാഗമാണ്. പക്ഷെ വിവരമില്ല. അവസ്ഥ ദയനീയമാണ്, മാറണം. ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ഖുർആനിന്റെ വചനമുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം മനുഷ്യരല്ല മാറ്റില്ല. നമുക്ക് ചിന്തിക്കാം, ഭാസ്കരന്റെ നെഞ്ചകത്തെ ഹൃദയം അതെങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ മൊയ്തീനാജിയുടെ ഹൃദയം പ്രവർത്തിക്കുന്നത്. ആയിഷയുടെ കരൾ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തത്, അത് തന്നെയാണ് സുമതി ചേച്ചിയുടെയും. രണ്ടുപേരുടെ കരളും ഡിസൈൻ ചെയ്തത് ഒരൊറ്റ ദൈവമാണ്. എല്ലാവരെയും സൃഷ്ടിച്ചതും അവനാണ്. അവനെ ബോധ്യപ്പെടുത്തലാണ് ഈ സംഘത്തിന്റെ ഏറ്റവും പ്രധാനമായ ബാധ്യത. ആ ബാധ്യതയാണ് ഞാൻ ഇവിടെ ഒന്നാമതായി നിർവഹിക്കും. മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ മനസ്സിലാക്കണം. മരണം വരുന്നതിന് മുമ്പ് ഈ സംഗതികളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ഞാൻ ആരാണ്, എന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ എന്താണ്, ഈ പ്രപഞ്ചത്തെ ആരാ സൃഷ്ടിച്ചത്, അവൻ ആരാണ്, അവനാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് എന്ന പച്ച സത്യത്തെ നെഞ്ചകത്തേറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതോടൊപ്പം ഒരു മതത്തിൽ വിശ്വസിച്ചില്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്കിവിടെ മനുഷ്യരായിട്ട് ജീവിക്കാം. എങ്ങനെ? നല്ല നിലക്ക്. എന്റെ വിശ്വാസം എനിക്ക് എത്ര ഉജ്ജ്വലമാണെന്ന് തോന്നുന്നോ അതേപോലെയാണ് ഒരു സനാതന ഹിന്ദുവിന് അവന്റെ ആദർശം. അത് വകവെച്ചു കൊടുക്കുക. ഒരു ക്രിസ്ത്യാനിക്ക് അതിന് നമ്മൾ മതലയനം വേണ്ട, മതലയനം അതിന് വേണ്ട, അതിന്റെ ആവശ്യമില്ല. മൗലാന മുഹമ്മദ് അലി ജൗഹർ, കോൺഗ്രസിന്റെ അധ്യക്ഷ വേദി,
അവിടെ വെച്ച് വന്ദേ മാതരം ചെല്ലാൻ പണ്ഡിറ്റ് കൃഷ്ണ എഴുന്നേറ്റ് നിന്നു. പണ്ഡിറ്റ് കൃഷ്ണ എഴുന്നേറ്റിരുന്നപ്പോ അധ്യക്ഷനായ മൗലാന മുഹമ്മദ് അലി പറഞ്ഞു, വന്ദേ മാതരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഞാൻ വിശ്വസിക്കുന്ന തത്വത്തിനെതിരാണ്. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കില്ല, ഞാൻ നിൽക്കണമെന്നാണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകുന്നു പറഞ്ഞു. അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തു. വന്ദേ മാതരം ആലപിച്ചു കഴിഞ്ഞതിന് ശേഷം കയറി വന്നു. ആരാ? മൗലാന മുഹമ്മദ് അലി ജൗഹർ. ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിയ, ഇന്നത്തെ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മൗലാന മുഹമ്മദ് അലി ജൗഹർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിലാണ്, മഹാത്മാഗാന്ധി നേടിത്തന്ന സ്വാതന്ത്ര്യത്തിലാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കുന്നത്, അല്ലേ? ആ മൗലാന മുഹമ്മദ് അലി ജൗഹർ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തോട് സ്വാതന്ത്ര്യം ചോദിച്ചു വാങ്ങി. ആ സ്വാതന്ത്ര്യത്തിന്റെ തണലിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമുള്ള ഇന്ത്യ, അല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ, നമ്മൾ കറി ഉണ്ടാക്കാറുണ്ട്. കറി, അതിൽ വെള്ളമുണ്ട്, ഉപ്പുണ്ട്, മഞ്ഞളുണ്ട്, മുളകുണ്ട്, തക്കാളിയുണ്ട്. ഇതൊക്കെ ഇട്ടിട്ടാണ് ഒരു കറി ഉണ്ടാക്കുന്നത്. ഫിഷ് ഉണ്ട്, മട്ടൻ ഉണ്ട്, ബീഫുണ്ട്, വെജിറ്റബിൾ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിട്ടിട്ടാണ് ഒരു കറി. ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളത്തില് മുളക് കലക്കി കൊണ്ടുവച്ച കറിയാവോ? ഇല്ല. ഒരു പാത്രത്തില് ഉപ്പ് വെള്ളം കലക്കിച്ച കറിയാവോ? ഇല്ല. അതുപോലെയാണ് ഹിന്ദു മാത്രമുള്ള ഇന്ത്യ ഇന്ത്യ ആവില്ല, ക്രിസ്ത്യാനി മാത്രമുള്ള ഇന്ത്യ ഇന്ത്യ ആവില്ല, മുസ്ലിം മാത്രമുള്ള ഇന്ത്യ ഇന്ത്യ ആവില്ല. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാം ഉണ്ടാകണം. അതാണ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ പറഞ്ഞത്. ലോകമതങ്ങളും ലോകദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ചു മേളിച്ച രാജ്യം, അതാണ് നമ്മുടെ രാജ്യം. നെഹ്റുവും പല്ലഭായി പട്ടേലും അബുൽ കലാം ആസാദും മൗലാന അബുൽ കലാം ആസാദും മൗലാന മുഹമ്മദ് അലി ജൗഹറും മൗലാന ഷൗക്കത്ത് അലിയും അതുപോലെ ഖാൻ അബ്ദുൽ ഗഫാർ ഖാനും ഒക്കെ നേടിയ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. അപ്പൊ നമുക്ക് ഹിന്ദുവായി, മുസ്ലിമായി, ക്രിസ്ത്യാനിയായി ജീവിക്കാം. പക്ഷെ നമ്മുടെ വിശ്വാസവും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലെ രക്ഷയും ഗൗരവമായി കണ്ടുകൊണ്ട്, മരണം എന്ന് നമുക്കറിയാത്തത് കൊണ്ട്, അതിന് ഡേറ്റ് ഫിക്സ് ചെയ്യാത്തത് കൊണ്ട് നല്ലൊരു പഠനം നമുക്ക് ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഷിയാബടക്കര ഗൗരവമായി മറക്കാതിരിക്കുക മുന്നറിയിപ്പുകളെ എന്ന വിഷയത്തിൽ ഗൗരവമായ സ്വതസിദ്ധമായ ഒരു പ്രഭാഷണം പ്രമാണനിബദ്ധമായി ചിന്തോദ്ദീപകമായി ഇവിടെ നടക്കും ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, മനുഷ്യൻ ഇതര സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. 2, മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. 3, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അവിടെ വിജയിക്കാൻ ഏറ്റവും കാതലായ കാര്യം ശുദ്ധമായ ഏകദൈവാരാധനയാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും പാമ്പിനെയും പശുവിനെയും തേളിനെയും എല്ലാം സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ, ആ ലോകത്തിന്റെ നാഥനെ, ആ ലോകത്തിന്റെ തമ്പുരാനെ, അവനെയാണ് ആരാധിക്കേണ്ടത്. അതാണ് എല്ലാവർക്കും വിജയത്തിനുള്ള മാനദണ്ഡം. സഹോദരങ്ങളെ, ഇവിടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ സംഘടന അംഗീകരിച്ച ഒരു പ്രദേശം, അവിടെ 9-ാം മൈൽ എന്ന് പറയുന്ന മുണ്ടൂരിനടുത്തുള്ള ഒരു പ്രദേശം, അവിടെയുള്ള സഹോദരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പ്രതീക്ഷയോടെ അവരെ നാട്ടിൽ പള്ളിക്ക് വേണ്ടി ഒരു 20 സെന്റ് സ്ഥലം അവരെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം അവരെ സഹായിക്കണം വിപുലമായി. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം അതൊന്ന് സൂചിപ്പിച്ചാൽ ആ നാടിന്റെ വിജയത്തിന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരാരാധനാലയത്തിന്റെ നിർമ്മിതിക്ക് അതൊരു വലിയ മുതൽക്കൂട്ടാകും. നാം ചിന്തിക്കുക, ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഒരൊറ്റ ദൈവത്തിന്റെ സൃഷ്ടികളാണ് നാം. നമ്മുടെ അച്ഛനും അമ്മയും ഒന്നാണ്, നമ്മുടെ തറവാട് ഒന്നാണ്, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ കേരളക്കാരാണ്, നമ്മൾ മലയാളികളാണ്, ആ നിലക്ക് നമ്മുടെ സഹോദരങ്ങളാണ്. അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ നല്ലത് ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവുക. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.